ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിലും താങ്കൾ പറഞ്ഞതുപോലെ ഈ നീതി നിയമ സംവിധാനങ്ങളുടെ ഇടപെടലുകളിലുമൊക്കെ ഈ അലംഭാവം നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ഇവിടെ ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ വന്നതാണ്. അവർക്കിടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടതാണ് പയ്യമ്പള്ളിയിലെ മാതൻ എന്ന ഈ ചെറുപ്പക്കാരൻ. അയാൾക്കാണ് ഈ ദുർഗതി ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു കാറിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, KL 52H8733. അതിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഒരു കുറ്റിപ്പുറം സ്വദേശിയാണ് അതിന്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നതെന്ന് അറിയുന്നു. പക്ഷേ മറ്റു വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ താങ്കളുടെ കൈവശം കിട്ടിയിട്ടുണ്ടോ? ഇവർ മദ്യലഹരിയിലായിരുന്നു എന്ന സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. താങ്കൾക്ക് ആ വിവരമുണ്ടോ? എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരവും ഇവര് കൂടൽക്കടവ് ഭാഗത്ത് നിന്ന് വന്ന് ഇവർ വലിയ മോശമായിട്ടുള്ള സംസാരവും സമീപനവും പലരോടും നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാഷിനെ കല്ലെറിയാൻ നോക്കി. വേറൊരു ടീമുമായിട്ട് വലിയ വാക്കേറ്റം നടന്നു. ആ വാക്കേറ്റവും പ്രശ്നങ്ങളും നടക്കുമ്പോഴാണ് ആക്രോശിക്കുകയാണ് ഇവർ മദ്യലഹരിയിലാണ്, ഡ്രഗ്സ് ഉണ്ടോ എന്നുള്ളത്, മറ്റുള്ളതായിരിക്കുന്ന ഡ്രഗ്സ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവർ വന്നവിടെ വലിയ ഭയാനകമായ സാഹചര്യം ഉണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് മാതൻ എന്ന് പറയുന്ന പാവപ്പെട്ട ആദിവാസി ചെറുപ്പക്കാരൻ ഇതിലിടപെട്ട് പ്രശ്നമുണ്ടാക്കാതെ നിൽക്കാൻ, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഇടപെട്ടതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവനോട് കാണിച്ച ഒരു വലിയ രീതിയിലുള്ള ധിക്കാരവും മനുഷ്യാവകാശ ലംഘനവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള പെരുമാറ്റമുണ്ട്. ഈ ക്രിമിനലുകളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, നിയമത്തിൻ്റെ മുമ്പിൽ കൃത്യമായി കൊണ്ടുവരിക മാത്രമല്ല, അവരെ പാഠം പഠിപ്പിക്കണം. ഇത് ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളാണ്. അവർ മറ്റൊരു തരത്തിൽ അവരെ ഡീഗ്രേഡ് ചെയ്ത് കാണേണ്ടവരല്ല. അവർ ഉന്നതരാണ്, കഴിവുള്ളവരാണ്. പക്ഷേ അവരെ ഏത് രീതിയിലും ട്രീറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കുന്ന ഇവരുടെയൊക്കെ ധാരണ, ആരോടും എന്തും ചെയ്യാൻ എന്നുള്ളതായിരിക്കുന്ന ധാരണ, ആ ധാരണ തിരുത്താൻ ഇതൊരവസരമാക്കിയെടുക്കണം. പോലീസുമായി സംസാരിച്ചു. അവർ പറഞ്ഞ കർക്കശമായിട്ടുള്ള സമീപനം സ്വീകരിക്കും, വലവിരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളെയും ഇന്നലെ നടന്ന സംഭവത്തിൽ ഇതുവരെ അത് ട്രാക്ക് ചെയ്ത് പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തത് വിഷമകരമായ സാഹചര്യമാണ്. അടിയന്തരമായി പിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവണം.